ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെണ്ടയ്ക്ക വെച്ചിട്ട് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടായപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒരുപാടങ്ങ് മുരിഞ്ഞൊന്നും പോകണ്ട. അത്യാവശ്യം ഒന്ന് നല്ല പോലെ അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നാൽ മതി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു നുള്ള് ഉപ്പുകൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഒരു ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഇനി സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള ഇടുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് കുറച്ച് ഏലക്കയും ഗ്രാമ്പും ഒരു ചെറിയ പീസ് പട്ടയും ബേ ലീഫ് കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായിട്ട് സവാള ചേർത്ത് കൊടുത്താൽ മതി. മസാലകളൊക്കെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ സവാള കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു 2-3 ഏലക്കയും ഒരു 3 ഗ്രാമ്പും ഒരു ചെറിയ പീസ് പട്ടയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു ബേ ലീഫും ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴന്നു വരാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകാനായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. എരിവ് അനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. വലിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കുക. ഒരുപാട് പുളിയില്ലാത്ത തൈരാണ് ചേർക്കുന്നത്. ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകാതിരിക്കാൻ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ തിളച്ച് പോയി കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇത് ഒന്ന് അടച്ചു വെച്ച് 1-2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം വേണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാടങ്ങ് വെള്ളം കൂടിപ്പോരുത്. ഒരു തിക്കായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടത്. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇത് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് 5 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക ഒന്നും ഉടഞ്ഞു പോകരുത്, ഇതുപോലെയാണ് വേണ്ടത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ വെണ്ടയ്ക്ക വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള കറിയാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്